ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നായികയുടെ ഹസ്ബൻഡിനെ ഇംഗ്ലണ്ടിലെ ഒരു ജയിലിൽ അടയ്ക്കുകയാണ്. എന്നാൽ സാധാരണക്കാരിയായ ആ ഹൗസ് വൈഫ് തന്റെ ഹസ്ബൻഡിനെ ജയിൽ ചാടിക്കാൻ വേണ്ടിയിട്ടൊരു മാസ്റ്റർ പ്ലാൻ ഇടുന്നു. കടുത്ത സെക്യൂരിറ്റി ഉള്ള ആ ജയിലിൽ നിന്നും അവൾ തന്റെ ഹസ്ബൻഡിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായികയായ സവി പേടിച്ചരണ്ട് കാർ ഓടിച്ചുകൊണ്ടൊരിടത്തേക്ക് വരുന്നതാണ് കാണുന്നത്. അവൾ തന്റെ കാറിൽ നിന്നും ഒരാളുടെ മൃതദേഹം പുറത്തേക്കെടുത്ത് വെച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണമെങ്കിൽ കഥ 5 മാസം പുറകിലേക്ക് പോകണം. 5 മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ജീവിതം വളരെയധികം സന്തോഷപൂർണ്ണമായിരുന്നു. സവിയും അവളുടെ ഹസ്ബൻഡ് നകുലും അവരുടെ മകൻ ആദിയും ചേർന്നുള്ള ചെറിയ കുടുംബം കുറെ കാലമായിട്ട് ഇംഗ്ലണ്ടിലാണ് താമസിച്ചിരുന്നത്. നകുൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് പോലീസുകാർ കയറി വരികയും നകുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. തലേന്ന് രാത്രി അവൻ അവന്റെ ബോസിനെ കൊന്നു എന്നതായിരുന്നു കുറ്റം. താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൻ പലതവണ പറഞ്ഞെങ്കിലും ആരും കേട്ടില്ല. തെളിവുകളെല്ലാം അവനെതിരായിരുന്നു. അവനെ 12 വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് അവർ. ജയിലിൽ തന്നെ കാണാനെത്തിയ സവിയുടെ നകുല് പറയുന്നുണ്ട് താൻ ആരെയും കൊന്നിട്ടില്ല എന്ന്. തലേന്ന് രാത്രി നല്ല മഴയായിരുന്നു. താൻ കാറിലേക്ക് കയറാൻ വരുന്ന വഴിക്ക് ഒരാൾ തന്റെ ഓപ്പോസിറ്റ് വരികയും തന്നെ ഇടിച്ചിട്ട് പോവുകയും ചെയ്തിരുന്നു. അയാളുടെ ശരീരത്തിൽ നിന്ന് തന്റെ കോട്ടിൽ രക്തം പറ്റുകയും ചെയ്തു. എന്നാൽ അയാളുടെ കോട്ടിൽ നിന്ന് ഒരു ബട്ടൺ കൂടി താഴെ വീണ സൗണ്ട് ഞാൻ കേട്ടിരുന്നു. അയാൾ തന്നെയായിരിക്കും കൊലയാളി എന്ന് അവൻ പറയുന്നുണ്ട്. നിന്റെ കൂടെ ഡിന്നറിന് വരാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആ വണ്ടി അവിടെ നിന്നും പോയി കഴിയുമ്പോൾ അവന്റെ ബോസിന്റെ മൃതദേഹം അവിടെ കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ അവിടെ നിന്നും പോകുന്നത് അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന മറ്റൊരു യുവതി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൊല ചെയ്തത് അവനാണെന്നുള്ളതിന് അവരായിരുന്നു ദൃക്സാക്ഷി. തെളിവുകളെല്ലാം തന്നെ അവനെതിരായിരുന്നു. എങ്ങനെയെങ്കിലും ആ ബട്ടൺ കണ്ടെത്താൻ അവളോട് അവൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ക്രൈം സ്പോട്ടിൽ നിന്ന് ആർക്കും അങ്ങനൊരു ബട്ടൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സവി എന്നും അവളുടെ വക്കീൽ അനുവിനെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോന്ന് ചോദിക്കുന്നു. ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. എല്ലാ തെളിവുകളും അവനെതിരെ തന്നെയാണ്. ആ ബട്ടൺ ഇതുവരെയും ആർക്കും കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതൊരു വലിയ തെളിവായേനെ. മാത്രമല്ല അവന് തന്റെ ബോസിനോട് ദേഷ്യവും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് വഴക്കുണ്ടാക്കിയതെല്ലാം തന്നെ എല്ലാവരും കണ്ടതാണ്. എന്നാൽ സവി പറയുന്നുണ്ട് നകുൽ ഒരിക്കലും ഒരാളെ കൊല്ലില്ല എന്ന്. 8 വർഷം മുമ്പ് അവൻ അങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം. അവൻ എല്ലാവരോടും അടിയുണ്ടാക്കിയിരുന്നു. എന്നാൽ ഞാൻ അവന്റെ ലൈഫിൽ വന്ന ശേഷം അവൻ ഇന്നേ വരെ ആരുമായിട്ട് ഒരു വഴക്കിനും പോയിട്ടില്ല. തന്റെ ഹസ്ബൻഡ് ഒരിക്കലും ഒരാളെ കൊല്ലില്ല എന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഒരാളെ കൊന്നിട്ട് അന്ന് രാത്രി എന്റെ കൂടെ ഡിന്നറിന് വന്നിരിക്കാൻ അവൻ ഒരു സൈക്കോ ഒന്നുമല്ല എന്ന് അവൾ പറയുന്നുണ്ട്. അവൾ പലതവണ നകുലിനെ കാണാൻ പോകുന്നുണ്ട്. നകുലിന് ഡയബറ്റീസ് ഉള്ളതാണ്. അവന്റെ ഷുഗർ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. എല്ലാ ദിവസവും അത് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് അവൻ പറയുന്നു. ഹൗസ് വൈഫായി ഇരിക്കാൻ ആഗ്രഹിച്ച അവള് പിന്നീട് ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്നു. സ്വന്തം മകനെ സ്കൂളിൽ അയക്കാനും ചെലവിനും വേണ്ടിയിട്ട് കാശിന്റെ ആവശ്യം അവൾക്ക് വന്നു തുടങ്ങി. ആദ്യമാകട്ടെ അച്ഛൻ എപ്പോ വരുമെന്ന് ഇടയ്ക്കിടയ്ക്ക് അവളോട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജയിൽ പുള്ളികളായ കുറച്ചു പേർ നകുലിനെ അടിക്കുന്നുണ്ട്. അവരുടെ ഡ്രഗ്സ് അവൻ സൂക്ഷിച്ചു വെക്കാൻ വിസമ്മതിച്ചതായിരുന്നു കാരണം. അങ്ങനെ അവൻ ഹോസ്പിറ്റലാവുകയും ചെയ്യുന്നു. അവന്റെ അവസ്ഥ കണ്ടിട്ട് സവി ആകെ തകർന്നു പോകുന്നു. അവനെ ഉപദ്രവിച്ച ജയിൽ പുള്ളികളെ 1 മാസത്തേക്ക് അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. 1 മാസം കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ അവനെ കൊല്ലുമെന്ന് ഉറപ്പാണ്. സവി ആകെ തകർന്നിരിക്കുകയാണ്. നകുലിനെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് അവനെ ജയിൽ ചാടിക്കുക എന്നതല്ലാതെ അവളുടെ മുൻപിൽ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം അവളുടെ ഫ്രണ്ട് സിമർത്തായിരുന്നു. അവൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആദ്യം നോക്കുന്നതും സിമർത്ത് തന്നെയായിരുന്നു. അവൾ ഒരു ദിവസം നകുലിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോകുന്നു. നകുലിനെ എങ്ങനെയെങ്കിലും ജയിൽ ചാടിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് അവൾ പോകുന്നത്. എന്നാൽ താൻ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പോലീസ് തന്നെ പിടിക്കുന്നതായിട്ട് അവൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ആലോചിച്ച് പേടിച്ച് അവൾ പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് നകുലിന്റെ കേസ് അന്വേഷിക്കുന്ന ഹസൻ എന്ന ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു. അവര് വന്ന് സവിയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം, എന്ത് പറ്റിയെന്ന്. അവൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല. നിങ്ങളിങ്ങനെ എന്നും ഇവിടെ ഹസ്ബൻഡിനെ കാണാൻ വന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും അവനവന്റെ ശിക്ഷ കഴിയാതെ പുറത്തു വരില്ല എന്നും അവരവളോട് പറയുന്നുണ്ട്. 12 വർഷം തനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ കഴിയില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് എങ്ങനെ അവന് പുറത്ത് ചാടിച്ചേ പറ്റൂ, അതും നല്ലൊരു മാസ്റ്റർ പ്ലാനോട് കൂടി. ഒരിക്കലും പിടിക്കാൻ പാടില്ല. പിന്നീട് അങ്ങോട്ട് അവൾ ജയിലുകളുടെ പാറ്റേണിനെ പറ്റിയും അവിടെ നിന്ന് മുൻപ് ചാടിപ്പോയവരെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. പ്രിസൺ ബ്രേക്കിനെ സംബന്ധിച്ച് ഒരുപാട് പുസ്തകങ്ങൾ അവൾ വായിച്ചു. അതിൽ പോൾ എന്ന ആളുടെ ഓവർ ദ വാൾ എന്ന പുസ്തകം അവൾ വായിക്കുന്നതിലൂടെ ഒരുപാട് ഐഡിയാസ് അവൾക്ക് കിട്ടുന്നുണ്ട്. ഫേക്ക് ആയിട്ടുള്ള കരകൗശല വസ്തുക്കൾ വിറ്റതിന്റെ പേരിലാണ് 3 വർഷത്തേക്ക് പോൾ ജയിലിൽ പോയത്. എന്നാൽ അയാൾ പലതവണ ജയിൽ ചാടുകയും ചെയ്തിട്ടുണ്ട്. അയാൾ ജയിൽ ചാടാൻ ശ്രമിച്ച കഥയെല്ലാം അയാളുടെ പുസ്തകത്തിലൂടെ അവൾ മനസ്സിലാക്കുന്നുണ്ട്. ഏകദേശം 7 തവണ അയാൾ ജയിൽ ചാടിയിട്ടുണ്ട്. ഓരോ തവണ ജയിൽ ചാടി പുറത്ത് അയാൾ കുറച്ചുനാൾ നിന്ന് കഴിയുമ്പോൾ അയാളെ വീണ്ടും പിടിക്കും. അങ്ങനെ വീണ്ടും ജയിലിലിടും. കുറച്ചു കഴിയുമ്പോൾ അയാൾ വീണ്ടും ജയിൽ ചാടും. അങ്ങനെ ഏകദേശം 7 തവണയോളം അയാൾ ജയിൽ ചാടിയിട്ടുണ്ട്. അയാളെ ഒന്ന് നേരിൽ കാണണമെന്ന് അവൾക്ക് തോന്നുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവൾ ആ ബുക്ക് എഴുതിയ ആളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. അവളും ഒരു എഴുത്തുകാരിയാണെന്നും അയാളിൽ നിന്ന് കുറച്ച് ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ അയാളെ കാണാൻ പോകുന്നത്. എന്നാൽ അയാൾ തന്റെ ഗേറ്റ് തുറക്കാൻ കൂട്ടാക്കിയില്ല. അവൾ ഗേറ്റ് ചാടി അകത്തേക്ക് കടക്കുന്നു. ജനലിലൂടെ അയാളെ വിളിക്കുന്നെങ്കിലും അയാൾ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഇന്ത്യക്കാരനായ അയാളുടെ യഥാർത്ഥ പേര് ജോയ്ദീപ് എന്നായിരുന്നു. അതവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അയാളെ ജോയ്ദീപ് എന്ന് വിളിക്കുന്നുണ്ട്.
അയാളൊന്ന് ഞെട്ടുന്നു. എന്നാലും അയാൾ പിന്നെയും വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം മുഴുവൻ അവൾ വെയിറ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് അയാൾ അവളുടെ അടുത്തേക്ക് വരുന്നത്, അവളോട് സംസാരിക്കാമെന്ന് സമ്മതിക്കുന്നത്. തനിക്കറിയേണ്ടത് ഈ ബുക്കുകളിലൊന്നും ഉള്ള കാര്യങ്ങളല്ല, അതിനും അപ്പുറമുള്ള കാര്യങ്ങളാണ്. ഈ ബുക്കിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ. ജയിലിൽ ചാടണമെങ്കിൽ മെയിനായിട്ട് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ ദിവസവും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വീക്ഷിക്കണം. ഓരോ സീസണിനെ ബേസ് ചെയ്ത് അവരുടെ ഡ്രസ്സ് മാറുകയും ചെയ്യും, അവരുടെ ദിനചര്യകൾ മാറുകയും ചെയ്യും. ഇതെല്ലാം തന്നെ വ്യക്തമായിട്ട് പഠിക്കണം. ജയിലിൽ ചാടാനുള്ള പ്ലാൻ എല്ലാം നമ്മളിടും, എങ്ങനെയെങ്കിലും ജയിലിൽ ചാടുകയും ചെയ്യും. പക്ഷെ ജയിലിൽ ചാടിയിട്ട് പുറത്ത് പിടിക്കപ്പെടാതെ നടക്കുക എന്നതാണ് ഏറ്റവും വലിയ റിസ്ക്. ഞാൻ പലതവണയും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ചിട്ടുണ്ട്. അതിന് വലിയൊരു റീസണും ഉണ്ട്. എനിക്ക് ജയിലിൽ നിന്ന് പുറത്തു ചാടി പോകാൻ ഒരിടമില്ലായിരുന്നു. എനിക്ക് കുടുംബവും കുട്ടികളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് പലപ്പോഴും ഞാൻ തന്നെ പോയി സറണ്ടർ ചെയ്തിട്ടുമുണ്ട്. ജയിലിൽ ചാടുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ പണമെല്ലാം സ്വരുക്കൂട്ടി വെക്കണം. എന്നാൽ മാത്രമേ ജയിലിൽ ചാടി കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാനുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടാകൂ. ജയിലിൽ ചാടി അരമണിക്കൂറിനുള്ളിൽ തന്നെ രാജ്യം വിടണം. അതിനു വേണ്ടിയിട്ടുള്ള ഫേക്ക് പാസ്പോർട്ടുകൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. അങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്ന് അവളോട് അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നകുലിനെ ജയിലിൽ ചാടിക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇടുകയാണ് നമ്മുടെ സവി. ആദ്യഘട്ടമായിട്ട് ഫേക്ക് പാസ്പോർട്ടുകൾ വേണം. ജോയ്ദീപ് പറഞ്ഞ ഫേക്ക് പാസ്പോർട്ട് കിട്ടുന്ന ആ സ്ഥലത്തേക്ക് അവൾ പോകുന്നുണ്ട്. അവിടെ വെച്ച് റോക്സ് എന്നൊരാളെ അവൾ പരിചയപ്പെടുന്നു. അയാൾ അവളെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നു. അതൊരു ബാറായിരുന്നു. അവിടെ ചെന്ന് റോക്സ് പറഞ്ഞ ആളെ അവൾ കാണുന്നുണ്ട്. കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. പാസ്പോർട്ട് തന്നു കഴിഞ്ഞാൽ ക്യാഷ് തരാമെന്ന് പറയുന്നുണ്ട് അവൾ. അയാൾ അവളെ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ ആ പോകുന്ന വഴി അത്ര പന്തിയല്ലാന്ന് അവൾക്ക് മനസ്സിലായി. അയാളും കൂടെ വന്ന ആളും ചേർന്നിട്ട് അവളുടെ കയ്യിലെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവളെ താഴെയിട്ട് കുറെ ചവിട്ടുന്നുണ്ട്. എന്നാൽ കറക്റ്റ് സമയത്ത് അവിടേക്ക് ജോയ്ദീപ് വരുന്നു. അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. സവി ഒരു എഴുത്തുകാരി ഒന്നുമല്ല എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായി. അവളുടെ കഥ അയാൾ കേൾക്കുന്നുണ്ട്. അവൾക്ക് ഫേക്ക് പാസ്പോർട്ട് റെഡിയാക്കി കൊടുക്കുന്ന കാര്യമെല്ലാം അയാൾ ഏൽക്കുന്നുണ്ട്. പക്ഷെ അവളുടെ പാർട്ട്ണർ ഒന്നും ആകില്ല എന്ന് അയാൾ പറയുന്നു. കാരണം ഇനി എനിക്ക് പിടിക്കപ്പെടാൻ വയ്യ. എന്തു തന്നെ ചെയ്യാനാണെങ്കിലും അത് നീ ഒറ്റയ്ക്ക് ചെയ്യണമെന്നും അവളോട് പറയുന്നുണ്ട്. അതെല്ലാം താൻ ചെയ്തു കൊള്ളാന്ന് അവൾ പറയുന്നു. പാസ്പോർട്ടിന്റെ കൂടെ തനിക്കൊരു തോക്ക് കൂടി വേണം. അടുത്ത തവണ എന്നെ രക്ഷിക്കാൻ നിങ്ങൾ വരാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് സ്വയം രക്ഷിക്കാൻ എനിക്ക് തോക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അവൾ നകുലിനെ പറ്റി ഓർക്കുന്നുണ്ട്. ചെറുപ്പം മുതലേ അവർക്ക് അറിയാവുന്നതാണ്. അന്നു മുതലേ അവൻ കുട്ടികളുമായിട്ട് അടിയുണ്ടാക്കുമായിരുന്നു. എന്നാൽ അവളുമായിട്ട് കൂടിയ ശേഷമാണ് അവൻ ആരുടെ കൂടെയും അടിക്കും വഴക്കിനും ഒന്നും പോകാത്തത്. നകുലിനോടുള്ള അവളുടെ പ്രണയം എന്ത് റിസ്ക് എടുക്കാനും അവൾക്ക് ധൈര്യം കൊടുത്തിരുന്നു. കാശിന് വേണ്ടിയിട്ട് തന്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും അവൾ വിൽക്കുന്നുണ്ട്. അവസാനമായിട്ട് വീട് പോലും അവൾ സെയിലിനിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസത്തിനകം തന്നെ ജോയ്ദീപ് അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുന്നുണ്ട്. അയാൾ ഓരോ തവണയും വേഷം മാറിയാണ് അവളെ കാണാൻ വന്നുകൊണ്ടിരുന്നത്. തോക്ക് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ എന്റെ നായയെ ഷൂട്ട് ചെയ്യാൻ. അതിന് ട്യൂമറാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മരിച്ചു പോകും. എന്നാൽ അവൾക്ക് അതിനെ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ പറയുന്നുണ്ട്, ചാകാൻ പോകുന്ന ഈ നായയെ പോലും നിനക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലാൻ കഴിയുന്നില്ല, പിന്നെ നീ എങ്ങനെയാ ഒരാളെ കൊല്ലാൻ പോകുന്നത്? നകുലിനെ രക്ഷിക്കുന്നതിനിടയ്ക്ക് നിനക്ക് പലരെയും കൊല്ലേണ്ടി വരും. അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും ആ നായയെ കൊല്ലാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അയാൾ പറയുന്നുണ്ട്, ആ നായ്ക്ക് ട്യൂമർ ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ, നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ നീ പണിക്ക് നിൽക്കല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാം കൂട്ടിവെക്കുന്നുണ്ട്. ജയിൽ ചാട്ടത്തിനുള്ള മാസ്റ്റർ പ്ലാൻ എല്ലാം തന്നെ അവളുടെ വീടിന്റെ ചുവരിൽ അവൾ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജയിലിൽ നിന്നും പുറത്തു കടന്നാൽ പോകേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാണ്. എന്നാൽ അവനെ എങ്ങനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ അവൾക്ക് ഇപ്പോഴും ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലായിരുന്നു. അതാണ് അവളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ജോയ്ദീപ് അവളെ കാണാൻ വന്നപ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട്, നകുലിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന്. അവന് ഡയബറ്റീസ് ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. അവന് സിവിയർ ഹൈപ്പർകലീമിയ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. കാരണം അങ്ങനെ ഉണ്ടാകുന്ന പേഷ്യൻസിനെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അവൻ അങ്ങനൊരു അവസ്ഥ ഇല്ല എന്ന് സവി പറയുന്നുണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ജോയ്ദീപ് പറയുന്നു. അതിൽ നിന്ന് സവിയുടെ തലയിൽ ഒരു ഐഡിയ ഉദിക്കുന്നുണ്ട്. അവന് സിവിയർ ഹൈപ്പർകലീമിയ ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്നും അവനെ കടത്തിക്കൊണ്ടുപോകാം. എല്ലാ ദിവസവും അവന്റെ ബ്ലഡ് ടെസ്റ്റ് അവരെടുക്കുന്നതാണ്. ഒരു ദിവസം റിപ്പോർട്ട് വരുമ്പോൾ അത് ഹൈപ്പർകലീമിയ ഉണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവനെ പുറത്തു കൊണ്ടുവരാം. പിന്നീട് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. ജയിലിൽ നിന്ന് ദിവസവും ലാബിലേക്ക് ബ്ലഡ് സാമ്പിൾസുമായിട്ട് പോകുന്ന വണ്ടി അവൾ നിരീക്ഷിക്കുന്നുണ്ട്. എത്ര മണിക്ക് പുറപ്പെടുന്നുവെന്നും എത്ര സമയം എടുക്കുന്നു എന്നെല്ലാം അവൾ നോക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഹസൻ വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണെന്ന്. ഒന്നുമില്ലാന്ന് അവൾ പറയുന്നു. തിരിച്ചവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളോടൊരു ബട്ടൺ കണ്ടെത്താൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയില്ല. അന്വേഷിച്ചാൽ ദൈവത്തെ പോലും കിട്ടുന്ന നാടാണിത്. അതുകൊണ്ട് നിങ്ങൾ പോയി ആ ബട്ടൺ കണ്ടെടുക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. ബ്ലഡ് സാമ്പിൾസുമായിട്ട് ആ വണ്ടി നേരെ പോകുന്നത് ലാബിലേക്കാണ്. അവിടെ നിന്ന് ലാബ് റിപ്പോർട്ടുമായിട്ട് നേരെ പ്രിസണിലേക്കും വരും. ഓരോയിടത്തും ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി തിരിച്ചു വരാൻ എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന് അവൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് കാൽക്കുലേറ്റ്
കോപ്പറേറ്റ് ചെയ്യുന്നു. ഒരു ദിവസം അവൾ നകുലിനെ കാണാൻ പോയപ്പോൾ അവൻ പറയുന്നുണ്ട് തന്നെ ഉപദ്രവിച്ച ആൾക്കാർ 3 ദിവസത്തിനുള്ളിൽ ജയിലിലേക്ക് തിരിച്ചു വരുമെന്ന്. കംപ്ലൈന്റ് തിരിച്ചെടുത്തില്ലെങ്കിൽ അവരെന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നീ കംപ്ലൈന്റ് തിരിച്ചെടുക്കാൻ സവി പറയുന്നുണ്ട്. താൻ ഒരിക്കലും കംപ്ലൈന്റ് തിരിച്ചെടുക്കില്ല എന്ന് അവൻ പറയുന്നു. എനിക്കിതെല്ലാം ശരിയാക്കിയെടുക്കാൻ 3 ദിവസം പോരാന്ന് അവൾ പറയുന്നു. എന്ത് ശരിയാക്കിയെടുക്കാനെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവനെ ജയിലിൽ ചാടിക്കാൻ അവൾ പ്ലാൻ ഇടുന്ന കാര്യങ്ങളൊന്നും അവൻ അറിയില്ലായിരുന്നു. അവൾ ഒന്നും പറയാത്ത കാരണം അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. ആ കംപ്ലൈന്റ് താൻ തിരിച്ചെടുക്കില്ല എന്നും പറയുന്നു. ആ കുറ്റവാളികൾ വന്നു കഴിഞ്ഞാൽ തന്റെ ഹസ്ബൻഡിനെ കൊല്ലുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൾ നേരത്തെ മാറ്റിവെച്ചിരുന്ന ആ പ്ലാന് 3 ദിവസത്തിനുള്ളിൽ നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. പിറ്റേന്ന് അവൾ ആ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് പോകുന്ന വണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്. ഡ്രൈവർ ഇറങ്ങി പുറത്തേക്ക് പോയതും സ്റ്റോപ്പ് വാച്ച് ഓണാക്കിയിട്ട് അവൾ അതിനുള്ളിൽ കയറി നകുലിന്റെ റിപ്പോർട്ട് എടുക്കുന്നു. അത് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ പാറ്റേണിൽ തന്നെ ഒരു ഫേക്ക് റിപ്പോർട്ട് അടിക്കാനായിരുന്നു അവളുടെ തീരുമാനം. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ അവളുടെ വീട് വിറ്റിട്ട് ആ കാശ് കിട്ടത്തില്ല. അവൾ എത്ര കാശ് കുറച്ചു പറഞ്ഞിട്ടും വീട് ആരും വാങ്ങാൻ തയ്യാറല്ലായിരുന്നു. പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൾ എങ്ങനെയെങ്കിലും ക്യാഷ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അവൾ ആ പാസ്പോർട്ടിന് വേണ്ടി പോയ ആ സ്ട്രീറ്റിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന റോക്സിന്റെ അടുത്ത് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടെന്ന് അവൾക്കറിയാം. അവരെല്ലാം കൊള്ളക്കാരാണ്. അവൾ അവരുടെ സങ്കേതത്തിൽ പോയി തോക്ക് ചൂണ്ടി അവരെ പേടിപ്പിക്കുന്നു. ക്യാഷ് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. റോക്സിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു. റോക്സിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടും അയാൾ ക്യാഷ് എവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നില്ല. പേടിച്ചുപോയി റോക്സ് ആകട്ടെ പറയുന്നുണ്ട് ക്യാഷ് ആ സോഫയ്ക്കുള്ളിലാണെന്ന്. അവൾ ആ സോഫയ്ക്കുള്ളിൽ നിന്ന് ക്യാഷ് എടുക്കുന്നുണ്ട്. ക്യാഷ് എവിടെ ഇരിക്കുന്നതെന്ന് അവൾക്ക് കാണിച്ചു കൊടുത്ത കാരണം ദേഷ്യം വന്ന അയാളാകട്ടെ റോക്സിനെ ഷൂട്ട് ചെയ്യുന്നു. അവളെയും തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ കൈക്ക് പരിക്ക് പറ്റുന്നു. പേടിച്ചുപോയി അവൾ അയാളെ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നു. അയാൾ മരിക്കുകയും ചെയ്യുന്നു. റോക്സ് അവശ നിലയിലാണ്. തന്നെ രക്ഷിക്കണമെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണമെന്നും അവളോട് പറയുന്നുണ്ട്. അവൾ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അവൻ മരിക്കുന്നുണ്ട്. അവനെയാണ് അവൾ റോഡ് സൈഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച സീൻ. അവൾ നേരെ ജോയ്ദീപിന്റെ അടുത്തേക്കാണ് പോകുന്നത്. നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അവളുടെ മുറിവെല്ലാം അയാൾ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതുവരെ അവളെ സഹായിച്ചതിനേക്കാൾ കൂടുതൽ അവളെ സഹായിക്കാൻ അയാൾ തീരുമാനിക്കുന്നു. ആ സ്ട്രീറ്റിൽ നടന്ന കൊലപാതകം അന്വേഷിക്കാൻ വേറെ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും സവിയുടെ ബ്ലഡ് സാമ്പിൾസും അവർക്ക് കിട്ടുന്നുണ്ട്. ധൃതിയിൽ കാർ എടുത്തോണ്ട് പോകുന്ന വഴിക്ക് അവിടെ ഇടിച്ചിട്ട് അവളുടെ കാറിന്റെ ലൈറ്റ് അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതും അവർ പരിശോധിക്കുന്നു. കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും എടുത്ത ക്യാഷ് വെച്ചിട്ടാണ് അവൾ പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവൾ ആരും തിരിച്ചറിയാതിരിക്കാൻ മറ്റൊരു കാർ വാങ്ങിക്കുന്നു. പിറ്റേന്ന് അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള അവരുടെ ടിക്കറ്റ് എല്ലാം തന്നെ അവൾ എടുക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഒരിടത്ത് പൂട്ടിയിട്ടിരുന്ന ഒരു ഡോറിന്റെ ചങ്ങല അവൾ കട്ട് ചെയ്ത് വെക്കുന്നു. അവിടെ റോഡ് സൈഡിലിരുന്ന ഒരു യാചകന് അവൾ ഒരുപാട് ക്യാഷും കൊടുക്കുന്നുണ്ട്. വീട്ടിലെത്തിയ ശേഷം നകുലിന് വേണ്ടിയിട്ടുള്ള ഫേക്ക് റിപ്പോർട്ടും അവൾ തയ്യാറാക്കുന്നു. അവർക്ക് അത്യാവശ്യം കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തിരുന്നു. അവൾ അവിടെ വരച്ചു വെച്ചിരുന്ന മാപ്പെല്ലാം തന്നെ വലിച്ചു കീറി അവൾ വേസ്റ്റ് ബണ്ടിൽ ഇടുകയും ചെയ്യുന്നുണ്ട്. ഒരു വേസ്റ്റ് ബണ്ടില് തന്റെ വീടിന്റെ ഫ്രണ്ടിലും മറ്റൊരു വേസ്റ്റ് ബണ്ടില് ദൂരെ മറ്റൊരു വീടിന്റെ ഫ്രണ്ടിലുമാണ് അവൾ കൊണ്ടിടുന്നത്. ഹൗസ് ഫോർ സെയിൽ എന്ന ബോർഡും അവളുടെ വീടിന് മുൻപിലെ വേസ്റ്റ് ബണ്ടിൽ തന്നെ ഇടുന്നു. അതേസമയം മർഡർ അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസുകാർ ആ വണ്ടി നകുലിന്റേതാണെന്ന് കണ്ടെത്തിയിരുന്നു. നകുല് ജയിലിലായ സ്ഥിതിക്ക് അത് ഉപയോഗിക്കുന്നത് സവിയാണെന്ന് അവർ മനസ്സിലാക്കി. ആ കേസ് അന്വേഷിക്കുന്ന ഹസനെ അവർ വിളിച്ചു പറയുന്നുണ്ട് സവിയുടെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ. സവി ആ പ്ലാൻ വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അവൾ പോകുന്ന വഴി ആദ്യം തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാക്കുന്നുണ്ട്. താൻ എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു വന്നില്ലെങ്കിൽ അവനെ നോക്കിക്കോണമെന്നും അവളോട് പറയുന്നു. എന്നിട്ട് അവൾ നേരെ ആ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് പോകുന്ന വണ്ടിയെ പിന്തുടരുന്നു. അതൊരിടത്ത് നിർത്തിയതും അവൾ നേരെ ഇറങ്ങി ആ റിപ്പോർട്ട് മാറ്റിവെക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ജോയ്ദീപ് വേഷം മാറി നേരെ ആ ലാബിലേക്ക് കടന്നു ചെല്ലുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഫോൺ കണക്ഷൻസ് എല്ലാം തന്നെ കട്ട് ചെയ്ത് കളയുകയാണ്. ഫോൺ കേടായ കാരണം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അവിടുത്തെ ജീവനക്കാർ. നിങ്ങൾ വന്നത് നന്നായി എന്നും ഒന്ന് പോയി നോക്കാനും അവനോട് പറയുന്നു. അവനത് നോക്കാനെന്ന വ്യാജന വീണ്ടും ആ വയറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ബാക്കിയുള്ള വയറുകളും കൂടി കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. സവിയാകട്ടെ ജയിലിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ലാബിൽ നിന്നും കൊണ്ടുപോയ റിപ്പോർട്ട് ഇപ്പോൾ പ്രസന്റിനുള്ളിൽ എത്തിയിട്ടുണ്ടാകാം. അവിടുത്തെ ഡോക്ടർ അത് പരിശോധിക്കുമ്പോൾ നകുലിന് ഹൈപ്പർകലീമിയാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ ലാബിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ജോയ്ദീപ് എല്ലാ കണക്ഷനും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം എത്രയും പെട്ടെന്ന് നകുലിനെ ഹോസ്പിറ്റലാക്കാൻ ശ്രമിക്കുകയാണ് അവർ. നകുലിന് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. തന്നെ എന്തിനാ വീൽ ചെയറിൽ ഇരുത്തിക്കൊണ്ട് പോകുന്നതെന്നും അവൻ ചോദിക്കുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ആംബുലൻസിലാക്കി അവനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. സവി ആ ആംബുലൻസിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. അതേസമയം സവിയെ അന്വേഷിച്ച് ഹസനും മറ്റു പോലീസുകാരും അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ആരുമില്ലാന്ന് അവർ മനസ്സിലാക്കി. ആ സമയത്ത് നകുലിനെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകുന്ന വിവരം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം സവി എന്തോ പ്ലാൻ ഇടുകയാണെന്ന് അവർക്ക് മനസ്സിലായി. വീടിന്റെ ഭിത്തിയിൽ നിന്നും വലിച്ചു കീറിയ മാപ്പിന്റെ അംശങ്ങളും അവർ കണ്ടെത്തുന്നുണ്ട്. ആ മാപ്പിന്റെ ബാക്കി ഭാഗങ്ങൾ അവൾക്ക് വേസ്റ്റ് ബിന്നിൽ നിന്നും കിട്ടുന്നുണ്ട്. അതും എടുത്തുകൊണ്ട് ആ പോലീസുകാർ അവരുടെ ഓഫീസിലേക്ക് പോകുന്നു. അപ്പോഴേക്കും സവിയാകട്ടെ ഡോക്ടറിന്റെ വേഷം മാറി നകുലിന്റെ റൂമിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിരുന്ന പോലീസുകാരെയെല്ലാം അവൾ തോക്കു ചൂണ്ടി പേടിപ്പിക്കുകയും സ്വയം ഹാൻഡ് കഫ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു. നകുല് പറയുന്നുണ്ട് നീ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന്, നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന്. അവൾ ഒന്നും തന്നെ കേൾക്കുന്നില്ല. ആദിയോട് അവന്റെ അച്ഛൻ ഇനി കുറെ കാലത്തേക്ക് തിരിച്ചു വരില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എനിക്ക് നിന്റെ കൂടെ ജീവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവനെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവൾ പറയുന്നത് ശരിയാണെന്ന് അവനും തോന്നുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അവളുടെ കൂടെ നിൽക്കാൻ
അവനും തീരുമാനിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഹസനും മറ്റു പോലീസുകാരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കണ്ണ് വെട്ടിച്ച് നകുലും സവി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവർ പിറകെ തന്നെ ഉണ്ടായിരുന്നു. അവർ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പോലീസുകാരും അവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ നേരത്തെ ക്യാഷ് കൊടുത്തിരുന്ന ആ യാചകനെ കൊണ്ട് നകുലിന്റെ ജാക്കറ്റ് ഇടിപ്പിച്ചിട്ട് ആ മെട്രോയിൽ കയറ്റി വിടുന്നു. അത് നകുലാണെന്ന് കരുതി ഹസൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് നകുലല്ലായിരുന്നു. ആ നേരം കൊണ്ട് സവി നകുലിനെയും കൊണ്ട് നേരത്തെ അവൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ചങ്ങല പൊട്ടിച്ച് അവിടെ നിന്നും പുറത്ത് കടക്കുന്നു. തനിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവൾ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സവി അവനെയും കൊണ്ട് നേരെ കാറും എടുത്തുകൊണ്ട് പോകുന്നത് ആദ്യം കൂട്ടാനായിരുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അവളുടെ ഫ്രണ്ട് ആദ്യം കൊണ്ട് സൂവില് പോയിരിക്കുകയാണെന്ന്. അവൾ ആകെ ടെൻഷനായി. സൂവില് ചെന്ന് ആദ്യം കൂട്ടിയിട്ട് വേണം ഇനി പോകാൻ, നമ്മുടെ കയ്യിൽ ടൈം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ സൂവിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ പോകുന്ന വഴിയെല്ലാം തന്നെ പോലീസുകാര്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല, ആദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഈ നാട് വിടാൻ നമുക്ക് പറ്റത്തുമില്ല. അതുകൊണ്ട് തൽക്കാലം ആദ്യ ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ നിൽക്കട്ടെ എന്ന് അവൾക്ക് തോന്നുന്നു. അവരാകെ വിഷമിച്ചാണ് ആ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കറക്റ്റ് സമയത്ത് ജോയ്ദീപ് ആദ്യം കൊണ്ടുവരുന്നു. ആ പോലീസുകാരുടെ കണ്ണിൽപ്പെടാതെ അവരെ അവിടെ നിന്ന് കടത്താമെന്ന് ജോയ്ദീപ് പറയുന്നുണ്ട്. അയാളുടെ വണ്ടിയിലുണ്ടായിരുന്ന ഐസ്ക്രീം ബോക്സുകൾക്കുള്ളിൽ അവരെ ഒളിപ്പിച്ചിട്ട് പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് അവരെ അവിടെ നിന്നും കടത്തുന്നു. അപ്പോഴേക്കും ഹസൻ ആകട്ടെ തന്റെ ഓഫീസിൽ കൊണ്ടുപോയി ആ മാപ്പ് എല്ലാം തന്നെ പരിശോധിക്കുകയായിരുന്നു. എന്താണ് ശരിക്കും സവി പ്ലാൻ ചെയ്യുന്നതെന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എല്ലാ എയർപോർട്ടുകളിലേക്കും അവർ ആളെ അയച്ചിട്ടുണ്ടായിരുന്നു, സവിയെയും നകുലിനെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ജോയ്ദീപ് ഒരു കുഴപ്പവും കൂടാതെ അവർ 3 പേരെയും അവർക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിക്കുന്നു. ജോയ്ദീപിനോട് സവി ഒരുപാട് നന്ദി പറയുന്നുണ്ട്. ഇവിടെ മാപ്പെല്ലാം പരിശോധിച്ച ഹസൻ അവർ ഏത് എയർപോർട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. മാത്രമല്ല രാജ്യം വിട്ടു പോകാൻ സാധ്യതയുള്ള എല്ലായിടത്തേക്കും ഇവരുടെ ഫോട്ടോസും അയക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നകുലും സവിയും ചെക്കിംഗ് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ പാസ്പോർട്ട് കൊടുക്കുന്ന ഇടത്തേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ പാസ്പോർട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഉദ്യോഗസ്ഥനൊരു കോള് വരുന്നുണ്ട്. അത് കാരണം അവർ പേടിക്കുന്നു. എന്നാൽ പേടിക്കേണ്ട ഒരു കാര്യവും തന്നെ ഇല്ലായിരുന്നു. അയാൾ പാസ്പോർട്ട് സീൽ ചെയ്ത് കൊടുക്കുന്നു. സവിയും നകുലും അവിടെ നിന്നും പാസ്പോർട്ട് സീൽ ചെയ്ത് വാങ്ങി മാറുമ്പോഴേക്കും ആ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അയാൾ മാറിയിട്ടുണ്ടായിരുന്നു. അടുത്ത ആൾ അവിടെ വന്നിരിക്കുന്നു. കറക്റ്റ് പുതിയ ആള് വന്നിരിക്കുമ്പോൾ തന്നെ സവിയുടെ നകുലിന്റെ ഫോട്ടോ ഹൈറിസ്ക് വിഭാഗത്തിൽ അവിടെ കാണിക്കുന്നുണ്ട്. അയാൾ എന്തായാലും സവിയെ നകുലിനെ കാണാത്തത് കാരണം അവർ രക്ഷപ്പെട്ടു. അങ്ങനെ അവര് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഹസനും കൂട്ടരും നേരെ എയർപോർട്ടിലേക്ക് കയറിയിരുന്നു. ക്യൂ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം തന്നെ ചെക്ക് ചെയ്യുകയാണ്. എന്നാൽ ആ ക്യൂവിൽ ഒന്നും തന്നെ നകുലിനെ സവിയെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാ പാസഞ്ചേഴ്സും ഇവിടെ തന്നെ ഉണ്ടെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പിന്നെ സവിയും നകുലും എങ്ങനെ മിസ്സായി എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഹസൻ. ആ സമയത്താണ് അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റർ കാണുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നു, അവര് ഫ്ലൈറ്റിലല്ല പോയിരിക്കുന്നത്, അവര് ഷിപ്പിലാണ് പോയിരിക്കുന്നത്. സവി ശരിക്കും ഇവരുടെ അന്വേഷണം വഴിതിരിച്ചു വിടാനാണ് മനഃപൂർവ്വം ആ മാപ്പെല്ലാം അവിടെ വെച്ചത് തന്നെ. അതായിരുന്നില്ല അവളുടെ യഥാർത്ഥ പ്ലാൻ. സവിയും നകുലും ആദ്യം കപ്പൽ മാർഗം ആ രാജ്യം വിട്ടിരുന്നു. അയർലൻഡിലേക്ക് കടന്ന അവരെ പിടിക്കാൻ ഇനി അവർക്ക് സാധിക്കില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കി. അങ്ങനെ കുറെ മാസങ്ങൾ കടന്നുപോയി. ആ ക്രൈം നടന്നിട്ട് ഏകദേശം 7 മാസമായി. ഹസനും തന്റെ കൂടെയുള്ളയാളും അപ്പോഴും ആ ക്രൈം സീനിൽ നിൽക്കുകയായിരുന്നു. ക്രൈം നടന്ന സമയത്ത് മഴയുണ്ടായിരുന്നല്ലേ എന്ന് ഹസൻ ചോദിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചാലിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആ വെള്ളം ഒഴുകിപ്പോയി വീഴുന്നത് ചെറിയൊരു ഓടയിലേക്കായിരുന്നു. അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ അവൾ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ബട്ടൺ അവൾക്ക് കിട്ടി. അന്നെല്ലാം ആൾക്കാര് ക്രൈം സ്പോട്ട് മാത്രമാണ് നോക്കിയിരുന്നത്. അതുകൊണ്ടാണ് ആ ബട്ടൺ കിട്ടാതിരുന്നത്. മഴയായതുകൊണ്ട് തന്നെ ആ ബട്ടൺ ഇവിടെ ഒലിച്ചു വന്ന് വീണത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ഇനി ശരിക്കും എന്താണ് അന്ന് രാത്രി അവിടെ സംഭവിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. നകുല് ജോലി കഴിഞ്ഞ് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നതിന് തൊട്ടു മുൻപായിട്ട് ഒരാൾ വന്ന് അവന്റെ ബോസിനെ കൊള്ളയടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ചിട്ട് അവരുടെ തലക്കടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവർ മരിക്കുന്നത്. അവരുടെ ബാഗും പണവും എല്ലാം മോഷ്ടിച്ച ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ അവിടെ തന്നെ ഇട്ടിട്ട് അയാൾ നടന്നു പോകുന്നു. ആ വഴിക്കാണ് നകുലിനെ അയാൾ ഇടിക്കുന്നത്. അയാളുടെ കോട്ടിൽ നിന്നും ബട്ടൺ പൊട്ടി താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. അയാളുടെ കയ്യിലെ രക്തം നകുലിന്റെ കോട്ടിൽ പറ്റുകയും ചെയ്യുന്നു. നകുൽ നടന്നു വരുമ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷർ അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അവൻ അതെടുത്ത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവന്റെ ഫിംഗർ പ്രിന്റ് ആ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ വന്നതും അവന്റെ കോട്ടിൽ ആ രക്തം വന്നതും തെളിവുകളെല്ലാം തന്നെ അവനെതിരായതും. അവൻ കാർ എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് അവന്റെ മറ്റൊരു കൊളീഗ് അവൻ അവിടെ നിന്ന് പോകുന്നത് കാണുകയും അവരുടെ ബോസ് അവിടെ മരിച്ചു കിടക്കുന്ന കാണുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവരും നകുലാണ് ബോസിനെ കൊന്നതെന്ന് വിചാരിച്ചത്. ഇല്ല, നകുൽ നിരപരാധിയായിരുന്നു എന്നുള്ള സവിയുടെ വിശ്വാസം ശരിയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായി. ഇനി അവരുടെ പുറകെ പോകേണ്ട കാര്യമില്ല. സവി തന്റെ അച്ഛനൊരു കത്തയക്കുന്നുണ്ട്. ബൾഗേറിയയിൽ നിന്നായിരുന്നു അത്. അവര് സേഫ് ആണെന്നും തങ്ങൾ അവിടെ പുതിയ വീട് വാങ്ങിച്ചു എന്നുള്ള വിവരമായിരുന്നു അതിലുണ്ടായിരുന്നത്. ഇവിടെ ജോയ്ദീപ് ആകട്ടെ സവിയുടെ കഥ അടുത്ത നോവലാക്കി മാറ്റിയിരുന്നു. അയാൾ അത് എഴുതി തീർത്തുകൊണ്ടിരിക്കെ അയാളെ അന്വേഷിച്ച് അവിടെ പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. ആ കഥ അയാൾ അവസാനിപ്പിച്ചതും പോലീസുകാർ അയാളെ പിടിച്ചുകൊണ്ടുപോകുന്നു. സവിക്ക് പകരം അയാൾ സാവിത്രി എന്നാണ് അവിടെ അവസാനമായി എഴുതിയിരുന്നത്. തന്റെ ഹസ്ബൻഡിനെ രക്ഷിക്കാൻ ഏതൊറ്റം വരെയും പോകുന്ന ഒരു വൈഫ്. അത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.